ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇരുട്ടത്തെ എങ്ങോട്ടാണ് ഞാൻ പോകണമെന്നല്ലേ, ഇത് രാത്രി ഇരുട്ടല്ല, ഇത് പുലർച്ചെയുള്ള ഇരുട്ടാണ് ഗായ്സ്. രാവിലെ 5 മണിക്ക് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എന്തിന്? ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തി. എൻ്റെ അമ്മയുടെ മുഖത്തൊരു കുഞ്ഞു വിഷമം കണ്ടോ? ഇന്നലെ 2 ദിവസം മുമ്പ് വരെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം നീ ഇടയ്ക്കിടയ്ക്ക് ലോങ് പോയി നിൽക്കണതല്ലേ, നീ ഇപ്പോൾ ട്രെയിനിങ്ങിനാണെങ്കിലൊക്കെ ലോങ് നിന്നിട്ടുള്ളത്, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെയായിരുന്നു. പക്ഷെ തലേ ദിവസമായപ്പോൾ എൻ്റെ അമ്മയുടെ ഇത് മാറിപ്പോയി. അപ്പോഴാണ് മൂപ്പർക്കൊരു റിയലൈസേഷൻ വന്നത്, ഞാൻ പോവുകയാണ്, ഞാൻ വേറൊരു കൺട്രിയിലോട്ടാണ് പോകണേന്നുള്ളൊരു ഫീൽ അപ്പോഴാണ് അമ്മയ്ക്ക് വന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഖത്തറിലോട്ടാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. അപ്പം ഞാൻ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ആദ്യത്തെ സ്റ്റാമ്പ് അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? എൻ്റെ അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്, എൻ്റെ അനിയനുണ്ട്. അങ്ങനെ എല്ലാവരോടും നമ്മൾ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ട് ഉള്ളിലോട്ട് കയറുന്ന ദൃശ്യമാണ്, നമ്മളല്ല ഞാൻ. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ കയറുന്ന തത്സമയ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തത്സമയം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഗൈസ്. December 3 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഖത്തർ എയർവേസിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടി. ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല. ഇത് സെക്യൂരിറ്റി ചെക്കിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് കഴിഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഇമിഗ്രേഷനിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ 7:30 കൂടെ അതൊക്കെ കഴിഞ്ഞു. 9:15 ഗേറ്റ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം എനിക്ക് 2 പേരെ കൂട്ട് കിട്ടിയായിരുന്നേ. സെയിം എന്നെ പോലെ ഹസ്ബൻഡിനെ കാണാൻ ഖത്തർ എയർവേസിലോട്ട് പോകുന്ന 2 കുട്ടികളെ കിട്ടി. അവരുടെ കൂടെ ഞാൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ പോയിരുന്നു. പക്ഷെ എനിക്ക് വിശപ്പ് സഹിക്കാതായപ്പോൾ ഞാൻ അവരെ വിളിച്ച് അവർ വന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഷേക്ക് കുടിച്ചു. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പണായിട്ട് നമ്മൾ എയറോ ബ്രിഡ്ജ് കൂടെ നമ്മുടെ ഖത്തർ എയർവേസിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ കാണിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഞാൻ മേടിച്ചു, എനിക്ക് വിൻഡോ സീറ്റ് തരുമോ? ഒരു നാണോ ഇല്ലാണ്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. പക്ഷെ നമുക്ക് ബാക്കിലായിരുന്നു, അതൊന്നും പ്രശ്നമില്ല, വിൻഡോ സീറ്റ് ആയല്ലോ. അങ്ങനെ ഞാൻ ഖത്തർ എയർവേസിലോട്ട് കയറിയപ്പോൾ നമ്മുടെ സീറ്റിൽ ഇതുപോലെ പില്ലോയും ബ്ലാങ്കറ്റും ഒരു ഹെഡ്ഫോണും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ എൻ്റെ സീറ്റിലോട്ട് ഇരുന്നു. ഇതാണ് എൻ്റെ ജനലിലൂടെയുള്ള കാഴ്ച. അങ്ങനെ ആദ്യം തന്നെ അവരൊരു വെറ്റ് ടിഷ്യൂസ് കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കാനുണ്ടായിരുന്നു. ഞാനതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല, അത് കേട്ടില്ല, ഇങ്ങനെ വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജനലിലോട്ട് നോക്കി, ഒന്നും കാണാനില്ല, ഫ്ലൈറ്റ് എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മെല്ലെ മെല്ലെ പോവും, പിന്നെ സ്പൂളിൽ കൂടും, പിന്നെ ഒറ്റ പൊങ്ങലാണല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ബാക്കിൽ 2 ഫ്ലൈറ്റ് ഇങ്ങനെ കുണുങ്ങി വരുന്നേ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ഒരെണ്ണം തിരിഞ്ഞു പോയിട്ടില്ല, ഒരെണ്ണം പിന്നാലെ തന്നെ വരുന്നേ. ഇനി ഇവർ കൂട്ടിമുട്ടോ? എന്തിനാ ഇങ്ങനെയൊക്കെ? വെറുതെ കേട്ടാ, എന്നാലും വെറുതെ ഒരു ഇത്. അങ്ങനെ നമ്മൾ റൺവേയിലൂടെ പതിയെ പോയി. പിന്നെ ഒരു സ്പീഡ് കൂടുതലായി, പിന്നെ ഒരു പൊന്തലാണ് മുകളിലോട്ട്. കണ്ട വിങ്സ് ഒക്കെ ഇടുന്ന് പൊങ്ങുന്ന കണ്ടോ? ഞാനിപ്പോൾ നിലത്തൊന്നുമല്ല, ഞാനിപ്പോൾ ആകാശത്താ കേട്ടോ നിങ്ങൾ. അങ്ങനെ നമ്മൾ ആകാശത്തിലോട്ട് ഉയർന്ന് പൊങ്ങുകയാണ്. നമ്മൾക്ക് ചിറക് വേണ്ട, വിമാനത്തിൻ്റെ ചിറകിൽ നമ്മൾ പൊങ്ങി ഗൈസ്. അങ്ങനെ ഞാൻ ആകാശത്തെത്തി. ഇനി നിങ്ങൾ ആകാശത്തെക്കുറിച്ച് വിസ്മയ ലോകം കണ്ടുകൊള്ളൂ. ആരാ ഞാൻ ആകാശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വേണോ ഫുഡ് വേണോ എന്നൊന്നും ചോദിക്കണേ. അങ്ങനെ ഫുഡ് എത്തി ഗൈസ്. ഇതിൽ ആ ബ്രെഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റൈസ്, ജീര റൈസ്, പിന്നെ ബട്ടർ ചിക്കൻ, പിന്നെ ഇടയിൽ എന്താണ് നമ്മുടെ രാജമ്മ നമ്മുടെ പയറില്ല തന്നെ, അതൊക്കെ നമ്മൾ തിന്നു കേട്ടോ. റൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ ബ്രെഡ് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു സാലഡ് എടുത്തു, വായിൽ വെച്ചു, അവിടെ മാറ്റി വെച്ചു. എനിക്കിഷ്ടമായില്ലേ. പിന്നെ ഈ ഒരു ഡെസേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് തിന്നുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തോന്ന് വിചാരിച്ചു, പക്ഷെ തിന്നുന്നതിൻ്റെ ഒരു ഇതിൽ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഫുഡ് കഴിഞ്ഞു. പിന്നെ ഞാനൊരു ഫിലിം കണ്ടു, മറ്റേ പാട്ടില്ലേ ജുംക ആ പാട്ടത്തെ സിനിമ കണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യ വിട്ടു ഗൈസ്. ഇനി മൊത്തം മണലാരണ്യം, കടലിനിടയിലെ മണലാരണ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടേ ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഖത്തറിലെത്തിയപ്പോൾ എൻ്റെ ഫോണിൽ ചാർജില്ല, 0% സ്വിച്ച് ഓഫ് ആയിപ്പോയി ഗൈസ്. നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ഒരു ജെന്യൂനിറ്റി നിങ്ങൾ കണക്കാക്കണം.
ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ, ഇത് ലാസ്റ്റ് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു തിളക്കം. ഇതെന്താ ഈ തിളങ്ങണേന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കടലായിരുന്നു എന്ന്. ഒരുമാതിരി എനിക്കെന്താ പറയുക, ഒരു ജെല്ലി ഇല്ലേ, നമ്മൾ പുഡിങ്ങോ ജെല്ലിയോ അതൊക്കെ ഇരിക്കണ പോലെയാണ് കടൽ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ എന്തൊക്കെയോ അവിടെ കണ്ട്. അങ്ങനെ നമ്മൾ കടലിൻ്റെ ഇടയിലൂടെ പോയിട്ടാണല്ലോ നമ്മുടെ ദോഹ എയർപോർട്ട്. അങ്ങനെ നമ്മൾ കടലിലൂടെ നമ്മൾ ദോഹ എയർപോർട്ടിലോട്ട് ലാൻഡിങ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ വീണ്ടും 7 ദിവസത്തിന് ശേഷം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഖത്തർ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു വലിയ എയർപോർട്ടാണല്ലോ, ഭയങ്കര ഹ്യൂജ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ട്രെയിനിലൊക്കെ കയറിയിട്ടാണ് നമ്മളിനി ബാഗേജ് എടുക്കാൻ പോണത്. 20 minutes ഒക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗേജ് ക്ലെയിമിൻ്റെ അടുത്തോട്ട് പോവാണ്. അവിടെ തന്നെയായിരുന്നു ഇമിഗ്രേഷൻ. എൻ്റെ ഫോൺ ഓഫ് ആകാൻ പോകണമെങ്കിലും ഞാൻ അതുവരെയുള്ള വീഡിയോ എങ്ങനെയൊക്കെ കഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എത്തി, എൻ്റെ കുട്ടൂനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് പുറത്തു പോയി. ലാസ്റ്റ് മിനിറ്റ് ഫുൾ ഹറിബറി ആയിരുന്നു കേട്ടോ ഗൈസ്. ബിക്കോസ് റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, അതൊക്കെ എൻ്റെ മൈൻഡിൽ വന്നപ്പോഴത്തേനും 1% ആയി ഫോണിൽ. അങ്ങനെ ഞാൻ വേഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് എൻ്റെ റിട്ടേൺ ടിക്കറ്റൊക്കെ അയച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ ടാറ്റ പറഞ്ഞിട്ട് എത്തി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം ഞാൻ കിടന്നതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോയി. അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇതെൻ്റെ ഹസ്ബൻഡ് എടുത്തതിൽ കുറച്ച് ഫുട്ടേജ് ഞാൻ കണ്ടപ്പോൾ ഇങ്ങോട്ട് അയച്ചതാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അങ്ങനെ അന്നത്തെ രാത്രിയായി ഗൈസ്. അപ്പോൾ ചേട്ടാ.